സോഷ്യൽ മീഡിയ താരം രേണു സുധിയും ബിഷപ്പ് നോബിൾ ഫിലിപ്പുമായുള്ള തർക്കങ്ങളാണിപ്പോൾ ഒരാഴ്ചയായി സമൂഹമാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാവിഷയം. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെയാണ് രേണുവിന്റെ മക്കളുടെ പേരിൽ ബിഷപ്പ് സൗജന്യമായി തന്റെ ഭൂമിയിൽ നിന്നുള്ളൊരു പങ്ക് രേണു സുധിയുടെ മക്കളുടെ പേരിൽ ഇഷ്ടദാനമായി നൽകിയത്. അവിടെ നല്ലൊരു വീടും ഉയർന്നു. എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പേ തന്നെ ബിഷപ്പും വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഫിറോസ് എന്ന വ്യക്തിയുമായും രേണു സുധിയുടെ കുടുംബം അസ്വാരസ്യത്തിലായി. അതിനു പിന്നാലെ രേണു സുധിയും ബിഷപ്പും ഫിറോസും സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചു. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: ബിഷപ്പ് അയച്ച വക്കീൽ നോട്ടീസ് ഇന്നാണ് കൈപ്പറ്റിയത്. അതിനു മുമ്പേ തന്നെ ഈ നോട്ടീസ് എന്നെക്കുറിച്ച് നെഗറ്റീവ് മാത്രം പറയുന്ന വ്ളോഗേഴ്സുമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഇത്രയും അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു നോക്കിയിട്ടില്ല. അത് കുറേ വ്ളോഗർമാർ എടുത്ത് അലക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഏത് വ്ളോഗർമാർക്കാണ് ആദ്യം കൊടുത്തതെന്ന് അറിയില്ല. വ്ളോഗർമാരുമായി യാതൊരു ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കത്ത് പൊട്ടിച്ചിട്ട് പോലുമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും രേണു സുധി പറഞ്ഞു. രേണു സുധിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്.